അങ്ങനെ 3 ദിവസമായി നമ്മുടെ നായ്ക്കുട്ടി ആൾക്കാരും സാസുകയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പട്ടിക്കുട്ടൻ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കുമ്പോ ബാക്കിയുള്ളവർ ചോദിക്കും, എന്തുപറ്റി, സാസുകയുടെ അടുത്ത് എത്തിയോ, എന്താ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോ അപ്പൊ നായ്ക്കുട്ടി പറയും, ഞാൻ എന്റെ ഷാമ്പു എടുക്കാൻ മറന്നുപോയി. സാക്കുറ യൂസ് ചെയ്യുന്ന അതേ ഷാമ്പു ആണ് ഞാനും യൂസ് ചെയ്യുന്നത്. കുട്ടപ്പന് ദേഷ്യം വന്നിട്ട് പെരകത്തുമ്പോഴാണ് അവന്റെ കോണാൻ വിറ്റ കഥ. ഇത് കേട്ടിട്ട് സാക്കുറ, ഒരു പട്ടി ഉപയോഗിക്കുന്ന ഷാമ്പു ആണോ ഞാൻ ഇത്രയും കാലവും തേച്ച് പിടിപ്പിച്ച് തേച്ചൊരച്ച് കുളിച്ചതെന്ന് ആലോചിക്കും. ഞാനെന്താ പട്ടിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പെണ്ണ് നടന്നു പോകുമ്പോ കുട്ടപ്പൻ പറയും, സാക്കുറയ്ക്ക് മുഴുത്ത ഭ്രാന്താണെന്ന്. കട്ട് ചെയ്ത സാസുക ഗാറയും ബാക്കി 2 പേരെയും പിടിച്ച് ലോക്ക് ചെയ്തു. ഗാറ ഓൾറെഡി നല്ല രീതിയിൽ ടയർഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനാവില്ല. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ ഗാറയും കൊണ്ട് എത്രയും പെട്ടെന്ന് പോകാനായിട്ട് ടെമരി പറയും. അവളെ ഒറ്റയ്ക്ക് സാസുകയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവന് മനസ്സില്ല. പക്ഷെ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അവളെ അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അയച്ചിട്ട് ഇവൻ ഗാറയും കൊണ്ട് പോകും. സാസുക അവരെ പിടിക്കാൻ നോക്കുമ്പോ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവളുടെ വിശറിയും വീശി സാസുകയുടെ മുൻപിൽ സ്റ്റൈലായിട്ട് നിൽക്കും. പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ പെങ്കൊച്ച് ഓൾറെഡി നാരയായിട്ട് ഫൈറ്റ് ചെയ്ത് അവളുടെ പകുതിയിലധികം ചക്ര പവർ വേസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള കുറച്ച് പവർ കൊണ്ട് മാത്രമേ സാസുകയായിട്ട് അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ സാസുക ഒരിക്കലും അവന്റെ ശരീരത്തിനായി അവൾക്ക് നേരെ ഉപയോഗിക്കില്ല. മാക്സിമം ചക്ര സേവ് ചെയ്താൽ മാത്രമേ അവന് ഗാരയായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയൂ. ഉടനെ ടെമരി അവളുടെ വിശറി വീശി അടിക്കും. അവളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കുറെ നേരം സാസുകയായിട്ട് ഫൈറ്റ് ചെയ്ത് അവന്റെ ചക്ര പവർ കുറയ്ക്കുക എന്നത് മാത്രമാണ്. സാസുക വിട്ടുകൊടുക്കാതെ ചാടി വീണ് അവളുടെ എല്ലാ അടിയിൽ നിന്നും തെന്നിമാറി രക്ഷപ്പെടും. അവളുടെ വാരിയലിന്റെ കുത്ത് ഒടച്ച് കളയും. അത് ചവിട്ടിക്കൂട്ടി അവളെ തെറിപ്പിച്ചു കളയും. സാസുക ചക്രാസ് സേവ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെണ്ണാവട്ടെ അവളും ഒരുപാട് ജിപ്സ് ഉപയോഗിച്ച് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഒരുപാട് നേരം ഫൈറ്റ് ചെയ്താല് കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ അടുത്ത് എത്താൻ നേരം അവൻ ചാടി മാറി അവിടെ മുഴുവൻ തീയിടും. തീ കണ്ട് ടെമരി കുറച്ചു നേരം പേടിച്ച് മാറി നിൽക്കുമെങ്കിലും അവള് കാറ്റിന്റെ രാജ്ഞിയാണ്. കാറ്റിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് തീയെല്ലാം കിടത്തി വീണ്ടും മരത്തിന്റെ മേലിരിക്കുന്ന സാസുകയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. അവന്റെ കാല് വഴുതി താഴേക്ക് വീഴുമ്പോൾ ടെമരി കറക്റ്റായിട്ട് കത്തി വലിച്ചെറിയും. കത്തി കുത്തിക്കേറി അവൻ തലയും കുത്തി വീണു എന്ന് സമാധാനിക്കുമ്പോഴായിരിക്കും അത് സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സു ആണെന്ന് അവള് തിരിച്ചറിയുക. മാത്രമല്ല അതിന്റെ അടുത്തായിട്ട് ഒരു ബോംബും ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആള് പോവുക. വലിയ പൊട്ടിത്തെറിയിൽ പെങ്കൊച്ചിന് ആഘാതമായി പരിക്കേറ്റ് വീണ് കിടക്കുമ്പോൾ, നിന്റെ കൂടെ ഒളിച്ചുമ്പൊത്ത് കളിക്കാൻ എനിക്ക് സമയമില്ല, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് സാസുക പോകുമ്പോ ഇവിടെ പാവം പെങ്കൊച്ച് അടി മേടിച്ച് കെട്ടിയതൊക്കെ തന്നെ വെറുതെ ആവും. എത്രയൊക്കെ അടി മേടിച്ചിട്ടാണെങ്കിലും ഞാൻ ഗാരയെ രക്ഷിക്കുന്നു പറഞ്ഞ് അവള് പുറകെ പോകുമ്പോ കട്ട് ചെയ്ത നമ്മുടെ ഹൊക്കാഗയുടെ മുമ്പില് ചുന്ദരിയായിട്ടുള്ള പെണ്ണായി നിൽക്കുകയാണ് സാക്ഷാൽ ഒറോച്ചിമാറു. ഒറോച്ചിമാറു എവിടെയൊക്കെയോ പോയി തട ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ പെണ്ണായി തീർന്നു. ഹൊക്കാഗ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ ഞാൻ എന്റെ ലൈഫില് ഫേസ് ചെയ്ത ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ഇവനൊരു മനുഷ്യനെ അല്ല, യഥാർത്ഥത്തിൽ ഒരു ടെററായിട്ടുള്ള ഭൂതം തന്നെയാണ്. ഗ്രാമത്തിന്റെ പുറത്തു പോയി പല വൃത്തികേടും കാണിച്ച് അവനിപ്പോ രാക്ഷസനായി മാറിയിരിക്കുന്നു. ഇങ്ങനെ സ്വഭാവമുള്ള ഒരുത്തനെ എങ്ങനെ ഞാൻ ഹൊക്കാഗയാക്കും? ഇതുകൊണ്ട് തന്നെയാണ് നീ റിജക്റ്റ് ആയി പോയതെന്ന് പറയുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒറോച്ചിമാറുവിനെ പിടിക്കാനായിട്ട് ഹൊക്കാഗയും സംഘവും അവന്റെ താവളത്തിലേക്ക് വരുമ്പോ ഒറോച്ചിമാറു അവന്റെ റൂമില് എന്തൊക്കെയോ വലിയ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അവനെ വളഞ്ഞിട്ടും യാതൊരു കൂസലും ഇല്ലാതെ അവൻ വീണ്ടും അവന്റെ എക്സ്പെരിമെന്റ് തുടരും. അവിടേക്ക് ആരും വരാതിരിക്കാൻ ഒരുപാട് കെണികളും അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രാമത്തിൽ പതിവായി ഒരുപാട് പേരെ കാണാതാവുന്നതുകൊണ്ടാണ് ഇപ്രകാരം ഹൊക്കാഗെ ഒറോച്ചിമാറുവിനെ അന്വേഷിച്ചു വന്നത്. കെനിയൻ മുതൽ ജുനിയൻ വരെ ബ്ലാക്ക് ഓപ്സിലുള്ളവർ പോലും അവിടെ കാണാതെ പോയിട്ടുണ്ട്. ഹൊക്കാഗയുടെ കാൽ പെരുമാറ്റം കേൾക്കുമ്പോൾ ഒറോച്ചിമാറുവിന് മനസ്സിലാവും ഹൊക്കാഗെ അവന്റെ തൊട്ടടുത്തെത്തിയെന്ന്. നിനക്കും അവരെ പോലെ മരിക്കണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഓടിക്കുമെന്ന് പറയുമ്പോൾ ഹൊക്കാഗയ്ക്ക് കലി വന്ന്, സത്യം പറയും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. ജിപ്സുവിന് വേണ്ടി, ഒരുപാട് ജിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്ന് അവൻ അട്ടഹസിച്ചുകൊണ്ട് പറയും. ജിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി കൂടെയുള്ളവരെ പോലും കൊല്ലാൻ നീ തയ്യാറായി. നിർത്തലാക്കപ്പെട്ട ഒരുപാട് ജിപ്സു നീ യൂസ് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാൻ? യഥാർത്ഥത്തില് നിനക്ക് എന്താണ് ആവശ്യം ചോദിക്കുമ്പോ അപ്പൊ ഒറോച്ചിമാറു പറയും, ഒരു എക്സാമ്പിൾ പറയാം, ബ്ലൂനെയും യെല്ലോനെയും കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ ഗ്രീൻ കിട്ടും. അത് തന്നെയാണ് ഞാനും ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ആളുടെ മുഖത്ത് നോക്കി നമ്മുടെ വില്ലൻ പറയും.
ബ്ലൂ ചക്രയും യെല്ലോ സൈനും കൂടെ ചേർത്താൽ ഗ്രീൻ ചക്രയായിട്ട് രൂപപ്പെടും. കളേഴ്സിന് ലിമിറ്റേ ഇല്ല. അതുപോലെ തന്നെ 10,000 ജിപ്സും ഉണ്ട്. അതെല്ലാം അറിയണമെങ്കിൽ ഈ ഒരു ആയുസ് അത് മതിയാവില്ല. ഇൻ കേസ് ഞാനൊരു ഹൊക്കാഗെ ആവണമെങ്കിൽ എനിക്ക് ഒരുപാട് നാൾ ജീവിക്കണം. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് എല്ലാം സ്വായത്തമാക്കിയിട്ട് വയസ്സാവുമ്പോൾ തന്നെ മരിച്ചു പോയാൽ പിന്നെ എന്ത് കാര്യം? അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഹൊക്കാഗയ്ക്ക് മനസ്സിലാവും അവൻ എന്ത് ജിപ്സുമാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇമ്മോറാലിറ്റി ജിപ്സു. അതായത് അവന്റെ ബോഡിയിലുള്ള ആത്മാവിനെ മറ്റേത് ബോഡിയിലേക്ക് വേണമെങ്കിലും മാറ്റാം. ചുരുക്കി പറഞ്ഞ അവൻ ഏത് ബോഡിയിലേക്ക് വേണമെങ്കിലും അവന്റെ ഇഷ്ടപ്രകാരം കൂടുവിട്ട് കൂടുമാറാം. അങ്ങനെയാണ് ഈ ഒരു ചുന്ദരി പെണ്ണിന്റെ ബോഡിയിലേക്കും നമ്മുടെ വില്ലൻ കയറിപ്പറ്റിയത്. കാരണം അവനിപ്പോ വയസ്സായി. ഇതുപോലെ ഓരോ ശരീരത്തിലൂടെയും മാറി മാറി പോയാല് അവൻ എപ്പോഴും അവന്റെ പ്രായം കുറച്ച് നിലനിർത്താൻ സാധിക്കും. പക്ഷെ പാവം നമ്മുടെ ഹൊക്കാഗെ വയസ്സായി ചാവാനായി. നിന്നെപ്പോലെ ഞാനൊരു മണ്ടനല്ല. തീർച്ചയായിട്ടും എൻ്റെ യുവത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ലീഫ് വില്ലേജിനെ എൻ്റെ അധീനതയിലാക്കി ഞാൻ സുഖമായിട്ട് ജീവിക്കുമെന്ന് ഒറോച്ചിമാറു പറയും. അപ്പോഴായിരിക്കും ഹൊക്കാഗെ തിരിച്ചറിയ എന്തുകൊണ്ടാണ് ഇവൻ സാസുകയെ ഫോളോ ചെയ്യുന്നതെന്ന്. അവൻ ഉച്ചിഹ ക്ലാനിൽ ചേർന്നവനാണ്. മാത്രമല്ല വെരി പവർഫുൾ. അവൻ്റെ ബോഡിയിലേക്ക് കയറുകയാണെങ്കിൽ പിന്നെ ഒറോച്ചിമാറുവിന് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. സാസുകയെ പിടിച്ച ഉടൻ അവൻ്റെ ബോഡിയിലേക്ക് കയറാൻ സാധിക്കില്ല. അവന് കുറച്ചുനാൾ ട്രെയിനിങ് കൊടുത്ത് അവനെ വളർത്തിയെടുത്തതിന് ശേഷം മാത്രമേ അവൻ്റെ ബോഡിയിലേക്ക് കയറാൻ സാധിക്കൂ. അതിനു മുമ്പേ എൻ്റെ കൈകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹൊക്കാഗെ ഒരു വലിയ മരമായിട്ട് നമ്മുടെ ഹൊക്കാഗയ്ക്ക് നേരെ വരും. എന്നിട്ടൊണ്ടൊരു ഫൈറ്റ്. ഹൊക്കാഗെ ചോര തുളുമ്പി താഴെ വീഴുമ്പോൾ പുറത്തു നിൽക്കുന്നവർ വിചാരിക്കും അപ്പൂപ്പൻ്റെ ആത്മാവ് മേലേക്ക് പോയെന്ന്. പക്ഷെ കറക്റ്റ് ടൈമിൽ നമ്മുടെ കൊരങ്ങനണ്ണനാവട്ടെ ആളെ ഒരു കൂട്ടിലിട്ട് അവരിൽ നിന്ന് രക്ഷിച്ചെടുത്തു. നിനക്കെന്തു പറ്റി? ഒരു പൊട്ടനെ പോലെ എല്ലാം കേട്ടോണ്ടിരിക്കാതെ അവനെ അറ്റാക്ക് ചെയ്യുന്ന കൊരങ്ങൻ പറയുമ്പോൾ ഹൊക്കാഗെ വീണ്ടും അവൻ പറഞ്ഞതെല്ലാം ഓർത്ത് പകച്ചു നിൽക്കും. നീ ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ ആരെ കൊണ്ടും പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. അവനെ ഇടിച്ചു കൊല്ലുമെന്ന് കൊരങ്ങൻ അലറി പറയും. ഉടനെ ഹൊക്കാഗെ കൊരങ്ങന്റെ അടുത്ത് സോറി പറഞ്ഞ് അവനെ ടെററായിട്ട് നോക്കും. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ചെറിയ പ്രായത്തില് എല്ലാ കുട്ടികളും ഹൊക്കാഗയുടെ ശീലങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒറോച്ചിമാറുവിന്റെ മുഖത്ത് മാത്രം ഒരാക്രാന്തവും വൈരാഗ്യവും നിഴലിക്കുന്നത് നമ്മുടെ ഹൊക്കാഗെ അന്ന് തന്നെ നോട്ട് ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ഹൊക്കാഗെ അവന്റെ മനസ്സ് മാറുമെന്ന് കരുതി അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യില്ല. ഒടുവിൽ അവനാണ് ഒരുപാട് നിഞ്ചകളുടെ തിരോധാനത്തിന് പുറകിലെന്ന് മനസ്സിലാക്കി അന്ന് അവനെ കൊല്ലാനായിട്ടായിരിക്കും നമ്മുടെ ഹൊക്കാഗ അവിടേക്ക് എത്തുക. സമറിൻ ജിപ്സ് ഉപയോഗിച്ച് കൊരങ്ങനെ വിളിച്ചു വരുത്തി അവനെ കൊല്ലാൻ ശ്രമിക്കുമെങ്കിലും ഒറോച്ചിമാറു കാഷ്വലായിട്ട് എല്ലാ നിഞ്ചകളെയും തട്ടിക്കളഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അവന്റെ നിൽപ്പും നടപ്പും നോക്കി നിൽക്കുന്ന ഹൊക്കാഗെ കൊരങ്ങച്ചനാവട്ടെ ഒരുപാട് ചീത്ത വിളിക്കും. അവനെ കൊല്ല്, ഇനി ചാൻസ് കിട്ടില്ല എന്നൊക്കെ വിളിച്ചു പറയുമെങ്കിലും ഒറോച്ചിമാറു ഹൊക്കാഗയുടെ ശിഷ്യനാണ്. അവനൊരു മകനെ പോലെയാണ് ഹൊക്കാഗെ കരുതിയിരിക്കുന്നത്. ഒരു തവണ നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, പക്ഷെ ഇത്തവണ നിന്നെ തീർച്ചയായിട്ടും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഷാഡോ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് 2 പേരെ കൂടെ നമ്മുടെ ഹൊക്കാഗെ സൃഷ്ടിക്കും. ഒരു കൂസലുമില്ലാതെ ഒറോച്ചിമാറു ആവട്ടെ നീ വയസ്സനായി, നീ മരിക്കാനായി, നീ എന്തൊക്കെ ചെയ്താലും എൻ്റെ ചുറുചുറുക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുമ്പോൾ ഹൊക്കാഗെ ആവട്ടെ തട ചെയ്തു വെച്ചിട്ടുള്ള ഒരു മാരക ജിപ്സ് ഉപയോഗിക്കും. കൊരങ്ങന്റെ കണ്ണു പോലും പുൾസൈ പോലെ തള്ളി വരും. ക്രീം റീപ്പർ എന്ന് പേരുള്ള വലിയൊരു ചെകുത്താൻ അവിടെ ഉണ്ടായി വരും. ആത്മാക്കളെ തിന്നുക എന്നതാണ് അവന്റെ പ്രധാന ഹോബി. നീ എന്തൊക്കെ ചെയ്താലും ഈ വില്ലേജ് അതെന്റേതായി മാറും. മര്യാദയ്ക്ക് നീ കീഴടങ്ങിക്കോന്ന് ഒറോച്ചിമാറു പറയുമ്പോൾ ഹൊക്കാഗെ ആവട്ടെ ഇതാണ് എൻ്റെ വീട്, ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൊക്കാഗെ ആയിട്ടിരിക്കുന്നത്, ഇതിനെ ആരെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. സെക്കൻഡ് ഹൊക്കാഗെ അവിടെ മുഴുവൻ കറുപ്പാക്കി മാറ്റുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ ആള് ചെറുപ്പം മുതൽ വളർത്തിയെടുത്ത എല്ലാ ഷിനോബീസിനെ കുറിച്ചും അവൻ ആലോചിക്കും. ഒരുപാട് ഷിനോബീസ് ജനിച്ച് അവർ ഈ ഗ്രാമത്തിന് വേണ്ടി പോരാടി മരിച്ചു. ഇവിടെയുള്ള ഓരോരുത്തരും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. ഒരിറ്റു ചോര പോലും അവരുടെ ദേഹത്ത് നിന്ന് പൊടിയാനായിട്ട് ഞാൻ അനുവദിക്കില്ല. വില്ലൻ കലിപ്പടിച്ച് ആദ്യം ഞാൻ അവരെ കൊല്ലും, അതിനുശേഷം നിന്നെ കൊന്ന് ഈ ഒരു വില്ലേജ് തന്നെ ഞാൻ കൈയടക്കുമെന്ന് പറയുമ്പോൾ ഫസ്റ്റും സെക്കൻഡും ഹൊക്കാഗയുടെ ആഗ്രഹങ്ങൾ തീർത്തിട്ടാണ് ഞാൻ ഹൊക്കാഗെ ആയത്. എനിക്ക് നിന്നെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോർത്ത് ഹൊക്കാഗെ നിന്നെ തകർത്തിരിക്കുന്നു പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.